കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അവയവ വിൽപ്പന റാക്കറ്റിന്റെ വലയിൽ എത്ര പേർ കുടുങ്ങിയിട്ടുണ്ട്? ഈ മാഫിയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ്? സംശയനിഴലിലുള്ള ഉന്നതർ കേസിൽ പിടിയിലാകുമോ? പോലീസിന്റെ അന്വേഷണത്തിൽ നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ റാക്കറ്റ് വഴി 40ഓളം പേർ അവയവം വിറ്റിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി നജീബിനെ റൂറൽ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി തിങ്കളാഴ്ച വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകും. വ്യാജരേഖ ചമച്ച് അവയവ വിൽപ്പന നടത്തിയ കേസിൽ പിടിയിലായ മുഖ്യപ്രതി മുഹമ്മദ് നജീബ് നേതൃത്വം നൽകിയ റാക്കറ്റ് കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നുവെന്നാണ് കണ്ടെത്തൽ. കോവിഡ് വ്യാപന കാലത്തിന് ശേഷം 2021 മുതലാണ് ഇവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇയാളുടെ പ്രധാന ഇടനിലക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്താകെ ഏജന്റുമാരെ നിയോഗിച്ചായിരുന്നു പ്രവർത്തനം. ദാതാക്കളാകാൻ സമ്മതിക്കുന്നവരിൽ നിന്ന് തുടക്കത്തിലെ പരിശോധനകൾക്കായി 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെയും ഏജന്റുമാർ വാങ്ങിയിട്ടുണ്ട്. 40 പേർ അവയവ വിൽപ്പന നടത്തിയതായാണ് ഇതുവരെയും തെളിഞ്ഞിരിക്കുന്നത്. ദാതാക്കൾക്ക് ആവശ്യമായ എല്ലാ രേഖകളും സംഘം വ്യാജമായി നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി. സ്പാകൾ കേന്ദ്രീകരിച്ചും ചില ആശുപത്രികൾ കേന്ദ്രീകരിച്ചുമാണ് ഏജന്റുമാരുടെ പ്രവർത്തനം. അവയവദാനം നടത്തിയവരാണെന്നും അതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ലെന്നുമുള്ള വ്യാജ അനുഭവങ്ങൾ നിരത്തിയാണ് ഇവർ ഇരകളെ കണ്ടെത്തുന്നത്. ഏജന്റുമാരുടെ വലയിൽ വീണവരെല്ലാം സാധാരണക്കാരാണ്. കേരളത്തിലെ എല്ലാ ജില്ലയിലും ഈ റാക്കറ്റിന്റെ സാന്നിധ്യമുണ്ടെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. പിടിയിലായ നജീബിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വന്നിട്ടുണ്ട്. നജീബിന്റെ അക്കൗണ്ടുമായി ഇടപാടുകൾ നടത്തിയ അക്കൗണ്ട് ഉടമകളുടെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും. നജീബിന്റെ കസ്റ്റഡി കാലാവധി തിങ്കളാഴ്ച അവസാനിക്കാനിരിക്കെ ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇയാളോടൊപ്പം പിടിയിലായ ഏജന്റ് ഡെബിൻ ജോസഫിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. സ്പാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ മറയാക്കിയാണ് ഇയാൾ ദാതാക്കളെ കണ്ടെത്തിയിരുന്നത്. ഡെബിനെ പോലെ നിരവധി ഏജന്റുമാർ നജീബിനുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട്. ഇവരിൽ പലരും ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്നവരാണെന്നും അതിന്റെ മറവിൽ അവയവ കച്ചവടം നടത്തിയിരുന്നതായും സംശയിക്കുന്നു. ബിസിനസ് സംരംഭങ്ങളുടെ മറവിൽ പ്രവർത്തിക്കുന്ന നിരവധി ഏജന്റുമാർ ഇനിയും പിടിയിലാകാനുണ്ട്. ഇവർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. മുഖ്യപ്രതിയായ നജീബിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചവരെയും ഇടപാടുകൾ നടത്തിയവരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.